ഒരു ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ആർക്കും പറയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ ക്യൂബ്. അതായത് ക്യൂബ് റൂട്ട് ഓഫ് 27 എന്നല്ലേ അർത്ഥം? എത്രയാണ് 27ന്റെ ക്യൂബ് റൂട്ട്? 3 എത്ര പ്രാവശ്യം എഴുതി കുടിച്ചാലാണ് 27 കിട്ടുക? 3 ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് ആണ് 27. 3 സ്ക്വയർ ആണ് 9. എന്ന് വെറുതെ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തരുന്ന ചോദ്യം ഇതാണ്. ഈ ചോദ്യം ശ്രദ്ധിക്കുക മക്കള്. സ്ക്വയർ റൂട്ട് ഓഫ് 0.324 into 0.049 റൂട്ട് അങ്ങോട്ട് നീട്ട് divided by 0.0021. സിംപ്ലിഫൈ. എന്താണ് ഈ സിംപ്ലിഫൈ എന്ന വാക്കിനർത്ഥം? ചെറുതാക്കുക. മലയാളത്തിൽ ലഘൂകരിക്കുക എന്ന് പറയും. സിംപ്ലിഫൈഡ് ഫോം ഓഫ് റൂട്ട് ഓഫ് 0.324 into 0.049 divided by 0.0021. ഇത് സിംപ്ലിഫൈ ചെയ്താൽ, ലഘൂകരിച്ചാൽ 6 ആണോ കിട്ടുക, അല്ലെങ്കിൽ 60 ആണോ കിട്ടുക, അല്ലെങ്കിൽ 0.6 ആണോ കിട്ടുക, അതല്ലെങ്കിൽ 0.06 ആണോ കിട്ടുക? നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങൾ ഏത് വഴിക്കാണ് ചെയ്തതെന്ന് ഞാൻ നോക്കട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്. ആദ്യം ഞാൻ തന്ന ചോദ്യം കുറച്ച് കടുപ്പമുള്ളതായി പോയി എന്ന് എനിക്കറിയാം, എന്നാലും ചോദിക്കാതെ വയ്യ. ഈ ചോദ്യം ഇതാണ്. ആ ചോദ്യം ഒന്നൊരു കുട്ടി വായിക്കണം. ആരാണ് വായിക്കുന്നത്? പറയൂ. സിംപ്ലിഫൈഡ് ഫോം ഓഫ് റൂട്ട് ഓഫ് 0.324 into 0.049 divided by 0.0021. എത്ര കുട്ടികൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് മക്കളെ? 150. 150 അല്ലേ? ഓക്കെ. അപ്പോ മറ്റു കുട്ടികൾക്ക് ഒന്ന് കമന്റ് ചെയ്യാം. എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയ എന്ന് ആൻസർ അറിയാൻ താല്പര്യമുണ്ട്. പറയൂ. എത്രയാണ്? എല്ലാവർക്കും കേൾക്കാമോ ഞാൻ പറയുന്നത്? പല ഉത്തരവും വരുന്നുണ്ട്. ശരി, എല്ലാ ഉത്തരവും വരട്ടെ. ഗായത്രി, ആൻസർ കിട്ടിയോ? ഇല്ല സർ, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റി. കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഓപ്ഷൻസ് മാത്രം വായിച്ചോളൂ. ഓപ്ഷൻസ് 6, 60, 0.5. 5ഓ? സർ ഇത് 5 അല്ലേ? അല്ലല്ലോ, ഇതോ? ഈ ഓപ്ഷൻ 0.6 അല്ലേ? 6, 60, 0.6, 0.06. ശരി. ഇത്തരം ചോദ്യം നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്നു എന്ന് വിചാരിക്കുക. ഇത് കണ്ടാൽ നമുക്ക് ചെറിയൊരു ഒരു ബേജാറൊക്കെ തോന്നും. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഓപ്ഷൻസ് ഒന്നുകൂടി ഞാൻ ഇവിടെ എഴുതാം. 6,
60.6 അല്ലെങ്കിൽ 0.6, 0.06 ഇങ്ങനെയാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കോളൂ. ഒന്ന്, ഈ റൂട്ട് ഉള്ളത് മേലെയാണ്. റൂട്ട് ഇപ്പൊ മേലെ മാത്രമേ ബാധിക്കൂ. ചില സമയത്ത് താഴെ റൂട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ മേലെയാണ് റൂട്ടുള്ളതെങ്കിൽ നമുക്ക് മേലത്തെ കാര്യം അത് റൂട്ടിന്റെ ഒന്ന് പുറത്തേക്ക് ഇടാം. തൽക്കാലം ഞാൻ ഇതിനൊക്കെ ഒന്ന് മാറ്റി എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ഈ ഒരു മേലെയുള്ള ന്യൂമറേറ്ററിലുള്ള കാര്യങ്ങളെ ഞാൻ എന്താ ചെയ്തു നോക്കും. 0.324 എന്ന് പറഞ്ഞാൽ 324/1000 ആണെന്ന് നിങ്ങൾക്കറിയാം. ശരിയല്ലേ ഗായത്രി? ശരി. ഇൻറ്റു 0.049 എന്ന് പറഞ്ഞാൽ അത് 49/1000 ആണെന്നും നിങ്ങൾക്കറിയാം. ശരിയല്ലേ ഗായത്രി? അതെ സർ. ശരി. ബൈ 0.0021 എന്ന് ഞാൻ എഴുതുന്നു. ഇനി ഒരു എളുപ്പം വന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന 324ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 18 ഇൻറ്റു 49ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 7 ഡിവൈഡഡ് ബൈ, ഇവിടെ 2000 തമ്മിൽ ഗുണിക്കുന്നുണ്ട്. 2000 തമ്മിൽ ഗുണിച്ചാൽ 1 കഴിഞ്ഞാൽ 6 പൂജ്യമുള്ള ഒരു സംഖ്യയാണ് കിട്ടുക എന്ന് നിങ്ങൾക്കറിയാം. കാരണം 1 കഴിഞ്ഞാൽ 6 സീറോസ് വരും. അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞാൽ 3 സീറോസ് ഉള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് സ്ക്വയർ റൂട്ട് ഓഫ് 100 എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം 10 എന്ന് പറയുമല്ലോ. അതേസമയത്ത് സ്ക്വയർ റൂട്ട് ഓഫ് 10 × 10 എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്രയാ പറയുക? 10 10 അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, സ്ക്വയർ റൂട്ട് ഓഫ് 1000 × 1000 എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് എത്രയാണ്? 1000. അപ്പൊ നമുക്കൊരു 1000. അപ്പൊ റൂട്ട് അങ്ങോട്ടും ഒഴിവായി പോലെ. ഡിവൈഡഡ് ബൈ, ഇവിടെ ഈ ഒരു പ്രശ്നമുണ്ട്. പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനമുള്ള പ്ലേസ് ഉള്ള സംഖ്യയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം അതിനെ 10000 കൊണ്ട് ഗുണിച്ചാലാണ് അത് 21 മാറുക എന്നാണ് നിങ്ങൾ പഠിച്ചത്. അപ്പൊ 4.2ന്റെ പോയിന്റ് ഒഴിവാക്കാൻ നമ്മൾ 10 കൊണ്ട് ഗുണിച്ചാൽ 40 ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു 10000 കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ മേലെയുള്ള ആള് വെറുതെ ഇരിക്കില്ല, അയാളെ മൾട്ടിപ്പിൾ ചെയ്യണം. എത്ര കൊണ്ട് തന്നെ? അത് ഞാനിവിടെ എഴുതാൻ പോവുകയാണ്. സംഖ്യ 0.0021 എന്ന സംഖ്യയെ 21 ആക്കാൻ വേണ്ടിയിട്ട് 21 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് 10000 കൊണ്ട് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യുന്നു. കാരണം ഇവിടെ 4 സ്ഥാനം ഉള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ മേലെയും ഞാൻ 10000 കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യണം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് പരിഗണിക്കേണ്ടതുണ്ട്. ഇനി ഒന്നുകൂടി മാറ്റി എഴുതിയാൽ, മാറ്റി എഴുതുന്നതിന് ചില പണിയൊക്കെ ഇവിടെ ഉണ്ട്. നോക്കിക്കോളെ, ഇവിടെ 3 സീറോസ് ഇവിടുന്ന് ഒഴിവായാൽ ഇവിടുന്ന് 3 സീറോസും ഒഴിവാകും. ഇനി നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ 18 × 7 × 10 എന്ന് വരികയും ഡിവൈഡഡ് ബൈ ഇത് 10000 കൊണ്ട് ഗുണിച്ചാൽ 21 ആകുകയും ചെയ്യും. ഇനി ഒരു എളുപ്പം എന്താന്ന് പറഞ്ഞാൽ, ഈ 21നെ 7 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. ഇവിടെ 7 7ൽ ഒരു പ്രാവശ്യവും ആവും. ഇനി 18/3 എന്ന് പറയുന്നത് എത്രയാ പോലെ? 3 3ൽ ഒരു പ്രാവശ്യം. 18ൽ എത്ര 3 ഉണ്ട്? 6. അപ്പൊ നമ്മളെ ആൻസർ വന്നു കഴിഞ്ഞു. ഇതാ നമ്മുടെ ആൻസർ 6 × 10. എത്രയാ മോളെ 6 × 10? 60.
ഓപ്ഷനിൽ 60 ഉണ്ടോ? ആ ഉണ്ട് സർ. വേറൊരു കാര്യങ്ങളൊന്നും ഫോൺ ചെയ്യാതെ ഇത് പറ്റെങ്കിൽ ഒന്ന് വിവരിച്ചു കൊടുക്കാം. ആ സർ. അതിന്റെ ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് ഞാൻ മക്കളോട് ചോദിച്ചു നോക്കട്ടെ, ഇത്ര കട്ടിയുള്ളത് അവർക്ക് മനസ്സിലായല്ലോ എന്ന് അറിയണല്ലോ. മക്കളെ എന്ത് പറയുന്നു? ഇത് നിങ്ങൾക്ക് തിരിഞ്ഞോ? ഗായത്രി, ഇത് എങ്ങനെ വന്ന ചോദ്യമായിരുന്നു? ഇത് കാണുമ്പോൾ നമ്മുടെ പ്രയാസം എന്തായിരുന്നു? പക്ഷെ ഇത് ചെയ്തു നോക്കുമ്പോൾ എത്ര എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നാൽ നമുക്ക് നേരിട്ടൂടെ ഗായത്രി? അതൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ. ഓക്കെ സർ. ഇവിടെ റൂട്ട് 0.324 ഇൻറ്റു 0.049 ബൈ 0.0029 സിംപ്ലിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആദ്യം 0.324 എന്ന് പറയുന്നത് നമുക്ക് 324/1000 ആയിട്ട് മാറ്റാൻ കഴിയും. അപ്പൊ ഈ 324/1000 ഇൻറ്റു 0.049 നമുക്ക് 49/1000 ആയിട്ട് മാറ്റാൻ കഴിയും. അപ്പോ 324/1000 ഇൻറ്റു 49/1000 ബൈ 0.0021 ആവും. ഇനി ഈ 324/1000 നമുക്ക് അതിൽ 324 എന്ന് പറഞ്ഞ നമ്പർ 18ന്റെ സ്ക്വയർ ആണ്. സോറി, 18ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ അതിനെ അവിടെ റൂട്ട് ഉള്ളതുകൊണ്ട് തന്നെ 324നെ 18 ആക്കിയിട്ട് മാറ്റാൻ കഴിയും. ഈ 49 എന്ന് പറയുന്നത് 7ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അവിടെ റൂട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 49നെ 7 ആക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ 18 ഇൻറ്റു 7 ആവും. ഇനി ഇവിടെ 1000 ഇൻറ്റു 1000 എന്നാ പറയുന്നത്. 1000 ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ ഒരു 1 ഫോളോഡ് ബൈ 6 സീറോസ് ഉള്ള നമ്പർ ആയിരിക്കും കിട്ടുക. അപ്പൊ അതിന്റെ റൂട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 1000 തന്നെ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 18 ഇൻറ്റു 7/1000 എഴുതുന്നു. അപ്പൊ ഇനി നമുക്ക് 0.0021നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 21 ആക്കണം. അതുകൊണ്ട് നമ്മൾ എന്താക്കണം, അതിന് 10,000 ഡെസിമൽസ് പോയിന്റ്സ് ലൈക്ക് 1 2 3 4 ഡെസിമൽ പോയിന്റ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന് 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഇവിടെ നമുക്ക് 21 ആക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മളിവിടെ താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മുകളിലും അതേ സംഭവം ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 0.0021 ഇൻറ്റു 1000 18 ഇൻറ്റു 7 ഇൻറ്റു 1000 നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ 18 ഇൻറ്റു 7/1000 സോറി 10,000 ആണ്. അപ്പൊ 18 ഇൻറ്റു 7/1000 ഉള്ളതുകൊണ്ട് തന്നെ ആ 1000 3 സീറോസും 10,000 3 സീറോസും കട്ട് ചെയ്യും. അപ്പോ അവിടെ 10 മാത്രം അവശേഷിക്കും. ബൈ ഇവിടെ താഴെ നമ്മൾ 0.0021 ഇൻറ്റു 10,000 ചെയ്തുകൊണ്ട് അത് കട്ടാക്കിയിട്ട് 21 ആക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അവസാനം കിട്ടുന്നത് 18 ഇൻറ്റു 7 ഇൻറ്റു 10/21 ഒരു നമ്പർ ആയിരിക്കും. 21 7ല് 3 ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇനി 3 18ല് 6 ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അടിയിലുള്ള ഡിനോമിനേറ്റർ 1 ആയി. ഇനി ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 6 ഇൻറ്റു 1 ഇൻറ്റു 10 അതായത് 60 ആയിരിക്കും കിട്ടുക ആൻസർ. 60 ആണ് ആൻസർ കിട്ടുക എന്ന് മനസ്സിലായി. അപ്പൊ വീട്ടിൽ ഇരുന്നിട്ട് കുട്ടികൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഈ ചോദ്യം 2-3 പ്രാവശ്യം ഒന്ന് ചെയ്ത് പഠിക്കുക. കാരണം നിങ്ങളുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ ഇത്തരം ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പല പ്രാവശ്യം ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയുള്ള ക്ലാസ്സിൽ ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഓൺലൈനിൽ ചർച്ച ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കുറച്ച് കടുപ്പമുള്ളതായിട്ട് തോന്നാം. പക്ഷെ മത്സര പരീക്ഷയാണല്ലോ. ആ മത്സര പരീക്ഷക്ക് നമ്മൾ ഉദ്ദേശിച്ച ചോദ്യം ഒന്നും വരണമെന്നില്ലല്ലോ. അപ്പൊ അവർക്ക് പരമാവധി എങ്ങനെ ഒരു മത്സര പരീക്ഷയിൽ കട്ടി കൂട്ടാമെന്ന് നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ചിത്രമാണ്. എല്ലാവർക്കും ഒരു ചിത്രം വരയ്ക്കാം. ഒരു സ്ക്വയർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്ക്വയർ പോയോ? സ്ക്വയർ വരയ്ക്കും. വരച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കോഹോസ്റ്റിന് യെസ് എന്ന് പറയാം. യെസ്. ആ സ്ക്വയറില് ദ ഫിഗർ ഷോസ് എ സ്ക്വയർ സൈഡ് 5 യൂണിറ്റ് ആണ്. ഇതിന്റെ ഒരു സൈഡ് 5 യൂണിറ്റ് ആണ്. 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 തൽക്കാലം എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം. ഓർത്താൽ മതി.
ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന നോക്കിക്കോളൂ. ഇതിന് 4 സൈഡിലും മിഡ് പോയിന്റ് അടയാളപ്പെടുത്തിയാണ്. മധ്യബിന്ദു എന്നാണ് മലയാളത്തിൽ പറയുക. ഇവിടെയുള്ള മിഡ് പോയിന്റ് ഞാൻ എ എന്ന് കൊടുക്കുന്നു, ഇവിടെ ഞാൻ ബി എന്ന് കൊടുക്കുന്നു, ഇവിടെ ഞാൻ സി എന്ന് കൊടുക്കുന്നു, ഇവിടെ ഞാൻ ഡി എന്ന് കൊടുക്കുന്നു. നിങ്ങൾക്കും അങ്ങനെ അടയാളപ്പെടുത്താം. അങ്ങനെ മിഡ് പോയിന്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഡിയിൽ നിന്ന് ഈ ആംഗിളിലേക്ക് നേരെ ഒരു വര വരയ്ക്കും. നിങ്ങൾക്കും എൻ്റെ കൂടെ വരയ്ക്കാം. അടുത്തത് ചെയ്യുന്നത് ഈ ആംഗിളിൽ നിന്ന് ബിയിലേക്കും ഞാൻ നേരെ ഒരു വര വരച്ചു. അടുത്തത് ഈ ആംഗിളിൽ നിന്ന് സിയിലേക്ക് നേരൊരു വര വരച്ചു. നിങ്ങൾക്കും ചെയ്യാം അങ്ങനെ തന്നെ. അടുത്തത് എയിൽ നിന്ന് ഈ ആംഗിളിലേക്ക് ഞാൻ നേരെ ഒരു വര വരച്ചു. ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കോഹോസ്റ്റിന് യെസ് എന്ന് പറയാം. യെസ്. അപ്പോൾ ഈ മിഡിലുള്ളത് സ്ക്വയർ ആവണം. നിങ്ങൾ വരച്ച വൃത്തിയാണെങ്കിൽ സ്ക്വയർ ആവും. ആ സ്ക്വയറിനെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക. വരകളും കോണുകളും ആയിട്ട് ബന്ധപ്പെട്ട്, സമാന്തര വരകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മക്കളോട് 4 മാർക്കിന്റെ ചോദ്യം ഈ പ്രാവശ്യം ഉണ്ടാവും. എല്ലാ പ്രാവശ്യവും ഉണ്ടാവും. ആ മിഡിലുള്ള സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്തു? ഷെയ്ഡ് ചെയ്തു. അപ്പൊ നിങ്ങളോട് ഉള്ള ചോദ്യം ഇതാണ്. ആൻസർ കമന്റ് ചെയ്താൽ മതി. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ മിഡിൽ ഓർ ഷെയ്ഡ് സ്ക്വയർ? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിന്റെ ഏരിയ എത്രയായിരിക്കും? പരപ്പളത്തെ ഇവിടെ വരച്ചിരിക്കുന്ന, ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ സ്ക്വയറിന്റെ, ഈ സമചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എത്രയായിരിക്കും? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഓപ്ഷൻ തരാം. ഓപ്ഷൻ തരാതെ നിങ്ങൾ ഇങ്ങനെ കളിപ്പിക്കുന്നതൊന്നും ശരിയല്ലല്ലോ, മോശമല്ലേ? 10 സെന്റിമീറ്റർ സ്ക്വയർ ആണോ, അല്ലെങ്കിൽ 5 ആണോ, അല്ലെങ്കിൽ 12 ആണോ, അല്ലെങ്കിൽ 15 ആണോ? കോഹോസ്റ്റ് എന്ത് പറയും? ആദ്യം നമുക്കൊരു സൈഡ് തന്നിരിക്കുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ കോഹോസ്റ്റ് മറുപടി പറയണം. അങ്ങനെയാണെങ്കിൽ മൊത്തം ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും മക്കളെ? 25. അതായത് 5 × 5 ആണ്. ഞാൻ സമ്മതിച്ചു. 5 × 5 25 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 25-നെ 4 കൃത്യ ഓഹരി വെക്കാൻ പറ്റുമല്ലോ. അതിൽ ഒരു ഓഹരിയാണ് 25-നെ 5 തുല്യ ഓഹരി വെക്കാൻ പറ്റുമല്ലോ. 25-നെ 5 തുല്യ ഓഹരി വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഓഹരിയാണ് മിഡിലുള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? യെസ് സാർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന മിഡിലുള്ളത് 5 തന്നെയാണോ എന്ന് ഞാൻ നോക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളെ എല്ലാവരും. നിങ്ങൾക്ക് അവിടെ പെൻസിൽ കൊണ്ടാ വരച്ചെങ്കിൽ മായ്ച്ചു കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ നിന്ന് ചെയ്തത് നോക്കിക്കോളൂ. ഞാൻ ഇവിടെ ഈ ഒരു ട്രയാങ്കിളിന് 1 എന്ന് നമ്പർ കൊടുത്തു. 1 ഇവിടെ 1 എന്ന് നമ്പർ കൊടുത്തു. ഈ ട്രയാങ്കിളിനെ ഞാൻ എല്ലാം ഇങ്ങ് എടുത്തിട്ട് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തിട്ട് ആ ട്രയാങ്കിളിനെ ഇവിടെ കൊണ്ടുവച്ചങ്ങ് വെച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോയി, അത് അവിടെ വെച്ചു. ഒരു മാറ്റം വരുത്തിയില്ല. ഇവിടുത്തെ ഒരു സംഗതി എടുത്തിട്ട് ഇഷ്ടിക, പിന്നെ നമ്മുടെ ടൈൽസിന്റെ ആൾക്കാരൊക്കെ കട്ട് ചെയ്യുമ്പോൾ ടൈല് കട്ട് ചെയ്തിട്ട് എടുത്ത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചു. ഓഹോ. രണ്ടാമത് ഞാൻ ചെയ്യുന്നത്, ഇവിടെ 2 എന്ന് നമ്പർ കൊടുത്ത ഒരു ട്രയാങ്കിൾ കാണും. ആ ട്രയാങ്കിളിനെ ഞാൻ മെല്ലെ കട്ട് ചെയ്തിട്ട്
ഇവിടെ അങ്ങ് വെച്ചെടുത്തു. അപ്പൊ ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോയി എന്നർത്ഥം. ഈ രണ്ട് അങ്ങോട്ട് കയറിപ്പോയി. ഗായത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ, ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത് ഗായത്രി, ഇവിടെ 3 എന്ന നമ്പർ കൊടുത്തു. ആ 3 എന്ന നമ്പർ എഴുതിയ ട്രയാങ്കിളിനെ ഞാൻ എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് ഫിറ്റ് ചെയ്തു. അപ്പം ഗായത്രി ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോയി. അടുത്തത് ഞാൻ എന്ത് ചെയ്യണം ഗായത്രി? ഇതിന് 4 എന്ന പേര്, 4 എന്ന നമ്പർ. ആ 4 എന്ന് എഴുതിയ ആ ഒരു ട്രയാങ്കിളിനെ ഞാൻ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തു. അപ്പൊ ഇത് ഇവിടുന്ന് പോയി ഗായത്രി. ഇതിനെല്ലാം കൂടി ഞാൻ ആ നീല കൊണ്ട് ഷെയ്ഡ് ചെയ്തത് പോലെ തന്നെ ഞാൻ അങ്ങോട്ട് ഷെയ്ഡ് ചെയ്തു ഇവിടെ വെക്കണം. ഇപ്പൊ ഗായത്രി നോക്ക്, ഒരേപോലെ എത്ര എണ്ണം നോക്കി കാണാൻ പറ്റുന്നുണ്ട്? 5 എണ്ണം. 5. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു സ്ക്വയറിൽ ഒരു മാറ്റവും വരുത്താതെ ആ കട്ട് ചെയ്ത സംഭവം ട്രയാങ്കിൾ എടുത്തിട്ടാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് 5 തുല്യ സ്ക്വയർ ആയി മാറിയോ? ആദ്യം ഇതിന്റെ ഏരിയ 25 മോൾ ഓർത്തിട്ടില്ലേ? അപ്പൊ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓരോന്നും എത്ര ഉണ്ടാവും മോളെ ഏരിയ? 5 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് നടുക്കത്തതല്ലേ ചോദിച്ചത്? അതെ സർ. അപ്പൊ നടുക്കുള്ള എത്ര ഉണ്ടാവും? 5. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 5. ഇനി വേണമെങ്കിൽ ഗായത്രിക്ക് എന്ത് ചെയ്യാ, ഇതൊന്ന് പറഞ്ഞു കൊടുക്കാം. എനിക്ക് തോന്നുന്നു അടുത്ത ക്വസ്റ്റ്യനിൽ പോകാന്നുള്ളതാണ്. മറ്റുള്ള കുട്ടികൾ എന്ത് പറയും നോക്കട്ടെ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ നിങ്ങൾ എന്ത് പറയുന്നു? മനസ്സിലായി. 5. 5 കിട്ടിയത് മനസ്സിലായി. വെരി ഗുഡ്. അപ്പൊ അത്രയും മനസ്സിലാക്കാവും. ബാക്കി യൂട്യൂബിൽ വരുന്ന സമയത്ത് കണ്ടിട്ട് മനസ്സിലാക്കുക. ഗായത്രി, നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോയാലോ മോളെ? അടുത്ത ചിത്രത്തിലേക്ക് പോകും. ഇത് റെക്കോർഡിംഗ് ആകുന്നുണ്ടെന്ന് വിചാരിക്കാൻ അറിയില്ല, എന്തൊക്കെയാ സംഭവിച്ചതൊന്നും തിരിയുന്നില്ല. ശരി ഗായത്രി, അടുത്ത ചിത്രത്തിലേക്ക് പോകുമ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു കുസൃതി ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. The product of consecutive odd number is 89999. Oh. What is the sum? എന്തെല്ലോ വന്നിട്ടുണ്ട്, നോക്കട്ടെ. എന്താണ് ഗായത്രി എഴുതിയത്? ഒന്ന് വായിക്കാം. The product of 2 consecutive odd number is 89,999. What is the sum? What is their sum എന്നാണ് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ആ 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാന്ന ചോദ്യം. ഇതുപോലൊരു ചോദ്യം ഞാൻ മുമ്പ് തന്നിട്ടുണ്ട്. നിങ്ങൾ അറിയുമോ ഈ 89,999 എന്ന സംഖ്യയോട് കൂടെ 1 കൂട്ടിയാൽ എന്ത് സംഭവിക്കും ഗായത്രി? 90,000 സത്യമാണ്. 90,000 കിട്ടും. സത്യമാണ്, സത്യം. ഈ 90,000ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് ഗായത്രി? അത് 9ന്റെ സ്ക്വയർ സ്ക്വയർ റൂട്ട് കണ്ടാ പോരെ? 9ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 3 ആണ്. 3 ആണ്. അപ്പൊ 3 കഴിഞ്ഞാല് 3 0 ഉണ്ടാവും. സോറി 2 0, 2 zeros ഉണ്ടാവും. 2 0 ഉണ്ടാവും. ഇവിടെ സ്ക്വയർ നമ്പറിൽ 4 0 ഉണ്ടെങ്കിൽ സ്ക്വയർ റൂട്ടിൽ 2 0. സ്ക്വയർ നമ്പറിൽ 6 ഉണ്ടെങ്കിൽ സ്ക്വയർ റൂട്ടിൽ 3 0. നമ്മൾ പഠിച്ച കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 300 ആണല്ലോ ഈ 90,000ന്റെ സ്ക്വയർ റൂട്ട്.
അതെ സർ. നിങ്ങളോട് ചോദിച്ചത് ആ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ്. നിങ്ങൾക്ക് ആ സംഖ്യകൾ വേണമെങ്കിൽ കണ്ടുപിടിക്കാം ഇപ്പൊ തന്നെ. 300 ഒന്ന് പഠിച്ചാൽ കിട്ടുന്ന 299 ഒരു സംഖ്യ. ഓട് നമ്പർ ആണല്ലോ. അടുത്ത സംഖ്യ 300 ഒന്ന് കൂട്ടിയാൽ കിട്ടുന്ന 301 അപ്പൊ മിഡിൽ സംഖ്യയാണല്ലോ ഈ 300. മിഡിലാണ് ഈ 300. ശരിയാണ്. നടുക്കുള്ളത് ഇരട്ട സംഖ്യയായിരിക്കും. നിങ്ങളോടുള്ള ചോദ്യം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. 299 301 കൊണ്ട് ഗുണിച്ചിട്ടാണ് നിങ്ങൾക്ക് തന്ന 89,999 കിട്ടിയത് എന്ന് വ്യക്തം. നിങ്ങൾ എന്താ ചെയ്തത്? ഈ സംഖ്യയുടെ കൂടെ 1 കൂട്ടി 90,000 ആക്കി 90,000ന്റെ സ്ക്വയർ റൂട്ട് കണ്ട് 300 കണ്ടിട്ട് അവിടെയും ചോദ്യം അവിടെ നിർത്തിയില്ല. അവരെന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദെയർ സം എന്ന് പറഞ്ഞാൽ 299 301 കൂടി കൂട്ടിയാൽ എത്ര? അവിടെ നിങ്ങൾക്ക് എളുപ്പം എന്താണ്? എളുപ്പം ഈ 300ന്റെ ഡബിൾ തന്നെയായിരിക്കും. എത്രയാ മോളെ 300ന്റെ ഡബിൾ? 600 എന്ന് പറഞ്ഞാൽ 299 300 കൂട്ടിയാലും 600 300ന്റെ ഡബിളും 600. ഏതുപോലെ 1 2 3 1ഉം 3ഉം കൂട്ടിയാൽ 4 2ന്റെ ഡബിളും 4. 4 5 6 6ഉം 4ഉം കൂട്ടിയാൽ 10 5ന്റെ ഡബിളും 10. മറ്റു കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ, മക്കളെ നിങ്ങൾക്കിത് മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പോ പല കുട്ടികളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാം വേഗം മനസ്സിലാക്കും. സമാനമായ വേറെ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ ഒരു ചോദ്യം മനക്കണക്കായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് എന്ന് ഞാൻ നോക്കട്ടെ. എന്നാലല്ലേ നിങ്ങൾ മനസ്സിലായി എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. മനക്കണക്കായിട്ട് ഇതാ വരുന്ന ഒരു ചോദ്യം. ഈ പ്രൊഡക്റ്റ് ഇത്രയും വലിയ സംഖ്യക്ക് പകരം ഞാൻ വേറെ എടുക്കുകയാണ്. പകരം 799 എടുത്തു. വാട്ട് ഈസ് ദെയർ സം? നിങ്ങൾ എന്ത് ഉത്തരം പറയും? ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യട്ടെ. എല്ലാവരും പറയുന്നല്ല എനിക്കറിയണം. എത്ര പറയും? 60. പ്രശ്നവുമില്ല. കാരണം ഈ 899 കൂടെ 1 കൂട്ടുക, 900 ആക്കുക, 900ന്റെ സ്ക്വയർ റൂട്ടായ 30 കൊണ്ടുവരിക, 30ന്റെ ഇരട്ടി എടുക്കുക, 60 എടുക്കുക, അത് കഴിഞ്ഞ പരിപാടി. ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ the product of two consecutive odd number plus 1 is a square number. ആ സ്ക്വയർ നമ്പർ മിഡിൽ നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും. അത് ഓഡ് നമ്പർ മാത്രമല്ല. The product of two consecutive even number is also there. അല്ലെങ്കിൽ two alternate natural numbers എന്ന് പറയാം. Two alternate natural, ഒന്നിടവിട്ട് 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിന്റെ കൂടെ 1 കൂട്ടിയാൽ മിഡിൽ നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് സാധ്യതയുള്ള ചോദ്യമാണ്. ശ്രദ്ധിച്ചോളൂ. 2 plus 2 raised to 2 plus 2 raised to 3 plus dash plus 2 raised to 10 divided by, ഞാൻ എഴുതുന്നതിന് പകരം അങ്ങ് വരച്ചുവിട്ടുക, 10 എന്ന് പറഞ്ഞാൽ what is the remainder on dividing the sum 2 plus 2 raised to 2 plus 2 raised to 3 plus up to 2 raised to 10 divided by 10 എങ്കിൽ ഇതിന്റെ റിമൈൻഡർ എത്രയാണ്? what is the remainder? ആ ചോദ്യം ഒന്ന് വായിച്ചെടുക്കുക ഗായത്രി. 2 plus 2 raised to 2 plus 2 raised to 3 until to 2 raised to 10 by 10. ഈ ഒരു ഡിവിഷൻ ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ എത്രയായിരിക്കും ഗായത്രി? ഓപ്ഷൻ വേണം.
ആ സർ. ഓപ്ഷൻ എഴുതിക്കോളൂ. 10 ഓപ്ഷൻ തരാം പോലെ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 പോരെ. ഇനി ഓപ്ഷൻ ഒന്ന് വെട്ടി ചുരുക്കണം. ഓപ്ഷൻ കുറയ്ക്കണം. 1, 2, 4, 6. ഉത്തരം കിട്ടി. ആയിരത്തിനാമല്ലേ 6. ആരാ പറഞ്ഞ 6? ഫെർമിൻ ജോസ്. ഫെർമിൻ ജോസിന് എങ്ങനെയാ 6 കിട്ടിയത്? എനിക്ക് വ്യക്തമാക്കണ്ട. സാർ ഈ 10 പ്രാവശ്യം ഈ രണ്ടിന്റെ സംഖ്യകളുടെ പ്രത്യേകത ആവർത്തനമാണ്. അതായത് 2⁻2 എന്ന് പറയുന്നത് 2, 2⁴ എന്ന് പറയുന്നതിന്റെ അവസാനത്തെ സംഖ്യ 4. അങ്ങനെ പോയി 2, 4, 8, 6, പിന്നെ 2, 4, 8, 6, പിന്നെ 2, 4. ഇതാണ് 2⁻10 വരെയുള്ള ലാസ്റ്റ് ഡിജിറ്റുകൾ. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 46 കിട്ടും. അപ്പൊ അതിനെ ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി. ഈ ഡിവൈഡഡ് ബൈ 10 എന്ന് അവിടെ പറയുന്നത് നമ്മളൊന്ന് വെറുതെ അവരൊന്ന് സ്വൈപ്പാക്കിയതാണല്ലേ? അത് വെറുതെ നമ്മളൊന്ന് കളിപ്പിച്ച. ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നതിൽ പ്രശ്നമില്ല. ശരി, ഞാൻ ഫെർമിൻ ജോസ് പറഞ്ഞതിലേക്ക് വരികയാണ്. ഈ അവസാനം കാണുന്ന ഈ 10നെ ഫെർമിൻ ജോസ് പറഞ്ഞ പോലെ 4 പ്രാവശ്യം കൂടുമ്പോഴാണല്ലോ 2⁻1ന്റെ മാറ്റം വരുന്നത്. 2⁻1 is equal to 2, 2⁻2 is equal to 4, 2⁻3 is equal to 8, 2⁻4 is equal to 16. അവസാനം 6ആണ്. ഇനി വീണ്ടും 2⁵ പോകുമ്പോൾ ഈ 2 ഇങ്ങനെ ആവർത്തിച്ച് വരുന്നു. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ് 2, 4, 8 ഇങ്ങനെ പോകും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ അവസാനം കാണുന്ന ഈ 10ലേക്ക് പിടിക്കുക. ആ 10നെ 4 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്കറിയാം ഇവിടെ 2, 4, 8 നമുക്ക് വേണ്ടത് റിമൈൻഡർ ആണ്. ആ റിമൈൻഡറാണ് നമുക്ക് ആവശ്യം. അപ്പൊ 2 തന്നെ എഴുതുക. അതാണ് ഫെർമിൻ ജോസ് പറഞ്ഞത്. ഈ 2⁻10 എന്നതിന്റെ യൂണിറ്റ് പ്ലേസും ഈ 10 പകരം നമ്മൾ ഇപ്പൊ കിട്ടിയ റിമൈൻഡർ എടുത്തിട്ട് 2ന്റെ മേലെ എഴുതി കൊടുക്കുക. 2⁻2 അതിന്റെ യൂണിറ്റ് പ്ലേസ് സെയിം ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ 2⁻2 എന്ന് പറഞ്ഞാൽ 4 ആകുന്നു. പിന്നെ ഇവിടെ പ്ലസ് ആഡ് ചെയ്യുന്ന പ്രശ്നം വന്നുകൊണ്ട് 2⁻2ന്റെ തൊട്ട് താഴെയുള്ള 2⁻1നെയും കൂടി നിങ്ങൾ ഇവിടെ എഴുതിയിട്ട് കൂട്ടിയാൽ മതി. അപ്പൊ +6 കിട്ടും. ഇങ്ങനെയാണെങ്കിൽ ഇനി 2⁻10 മാത്രമാണ് തരുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 4 ആയിരിക്കും ആൻസർ. അതേസമയത്ത് 2⁻10 വരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ആണ്. ഇനി നിങ്ങൾ ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് അവർ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം അവസാനം കിട്ടുന്ന 6 ആണ്. അതിനെ 10 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിമൈൻഡർ 6 തന്നെയായിരിക്കും. മനസ്സിലായോ? ഞാൻ മറ്റു കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ, എന്താ മക്കളെ നിങ്ങളുടെ അഭിപ്രായം? ഇത് തിരിഞ്ഞിക്കോ നിങ്ങൾക്ക്? ഗായത്രി, നമ്മളെ കുട്ടികൾക്ക് ഇല്ല എന്ന് പറയുന്നു, എന്താ ചെയ്യാ? ഒന്നുകൂടി പറയട്ടെ ഗായത്രി. ഞാൻ കുട്ടികള് പാവം മക്കള് അവര് പറയുന്നത് ഞങ്ങക്ക് മനസ്സിലായിട്ടില്ല. എനിക്കണ്ട് പോകേണ്ട സമയമായി. കണ്ണൂർ എത്തണമെങ്കിൽ ഇപ്പോൾ ട്രെയിന് പിടിക്കാൻ പോവുകയാണ്. ഞാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഈ ക്ലാസ്സിൽ ഞാൻ നേരിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി തരും. നിങ്ങൾ ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിൽക്കാതെ നിൽക്കും. 10 കൊണ്ട് ഡിവൈഡ് ചെയ്തില്ല അതേ റിമൈൻഡർ ആയിരിക്കും. അത് നിങ്ങളെ പറ്റി നോക്കണ്ട. നിങ്ങളോട് ചോദിച്ചത് 2⁻1 + 2⁻2 + 2 up to 2⁻10. നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ 2⁻10 എന്ന് മാത്രം പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് പ്രൈസ് എത്രയാണ് ചോദിക്കും. 2⁻10 പറഞ്ഞാൽ യൂണിറ്റ് പ്രൈസ് നിങ്ങൾക്ക് എത്രയാ? 10നെ നിങ്ങൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ അവസാനം കാണുന്ന ഈ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന 2, 4, 8 നിങ്ങൾക്ക് റിമൈൻഡർ 2 കിട്ടും. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ 2⁻10 പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടുത്തെ ഈ റിമൈൻഡർ എടുത്ത് ഇവിടെ അങ്ങോട്ട് അടിച്ചിട്ടാണ്. അപ്പൊ 2⁻10ന്റെ യൂണിറ്റ് പ്ലേസും 2⁻2ന്റെ യൂണിറ്റ് പ്ലേസും സെയിം ആണ്, 4. ഇനി ഇവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ 2⁻2ന്റെ തൊട്ട് താഴെയുള്ള 2⁻1 കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്.
അപ്പൊ 2⁻1 ആണ് 2 തന്നെയാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 6ആണ് റിമൈൻഡർ. ഇനി വേണമെങ്കിൽ വേറൊന്ന് എടുത്ത് കാണിച്ചില്ല, എന്നാ പിന്നെ എനിക്ക് വേഗം മനസ്സിലാവും. വേറൊരു സംഖ്യ എടുക്കാം. ഇവിടെ നിങ്ങളോട് പറയുന്നു പ്ലസ് 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 2⁻99. ഇത് കൂട്ടിയാൽ എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ 2, 3, 7, 8 ഇവയുടെ പവർ വന്നാൽ ഇതാണ് ചെയ്യുന്നത്. ഇതാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യാം. ഇവരുടെ പവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ സംഖ്യയായ ഈ 99, ഇവിടെ 99 ആണ്, അതിന് നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്തിനാ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞു ജോസിന്റെ ഭാഗം. ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 4, 8 കിട്ടും. 19 4, 4, 16 കിട്ടും. റിമൈൻഡർ നിങ്ങൾക്ക് 3 കിട്ടും. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. 2⁻99ന്റെയും 2⁻3, അതായത് ഈ റിമൈൻഡർ ആയ 3യുടെയും യൂണിറ്റ് പ്ലേസ് സെയിം ആണ്, അതിൽ മാറ്റില്ല. അങ്ങനെ ആകുമ്പോൾ 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണ്. തൊട്ടതായൊരു പ്ലസ് വന്നുകൊണ്ട് ഇവിടെ 99 മാത്രം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് 8 എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഈ പ്ലസ് കൂട്ടി അങ്ങ് പോകുന്നതുകൊണ്ട് 2⁻2 എന്ന തൊട്ട താഴത്തെ സംഖ്യയും പരിഗണിക്കേണ്ടതുണ്ട്, 2⁻1നെയും പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ 2⁻2 എന്ന് പറഞ്ഞാൽ 4 ആണ്, 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇത് കൂട്ടിയാലായിട്ട് ഇതിന്റെ റിമൈൻ നോക്കിക്കോളെ, ഇതിന്റെ യൂണിറ്റ് പ്ലേസ് 8, 4, 12, 2, 14. നമ്മൾ അത് മാത്രം നോക്കണ്ടു, ഈ 4. അപ്പൊ ഇതിന്റെ യൂണിറ്റ് പ്ലേസ് 4. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. മറ്റു കുട്ടികൾ എന്ത് പറയുന്നു മക്കളെ? മനസ്സിലായി സർ. യെസ്, മനസ്സിലായി സർ. മനസ്സിലായിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ മനസ്സിലായി എന്ന് പറയുന്നത് സന്തോഷം. ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ്, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഒരു ചിത്രത്തോടു കൂടി ഞാൻ തൽക്കാലം കൂടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ രാവിലെ ക്ലാസ് ഉണ്ട്. നാളെ രാവിലെ ഇതേ സമയത്ത് 5:30 മണിക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലാസ്സുകൾ കൂടുതൽ കൊടുക്കും. നിങ്ങൾ തലേ ദിവസം നമ്മുടെ ഗ്രൂപ്പിലൂടെ മെസ്സേജ് വരുന്നത് ശ്രദ്ധിക്കുക. ഇനി നേരിട്ട് കാണാൻ കഴിയാത്ത കുട്ടികൾക്ക് പിന്നീട് യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ വരയ്ക്കണ്ട, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് വരച്ചാൽ മതി. ഈ സർക്കിൾ വരയ്ക്കാനല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് സർക്കിൾ വരയ്ക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാല് അതൊരു സുഖമാണ്. അത് എന്തിനാണെന്ന് പറഞ്ഞാല് 1, 2, 3, 4, 5 വരയ്ക്കല്ലേ, ഞാൻ പറഞ്ഞിട്ട് വരച്ചാൽ മതി. ആദ്യം ഞാനിങ്ങനെ റെഡിയാക്കട്ടെ. 1, 2, 3, 4, 5. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടേണ്ടത് ഇതാണ്. ഞാൻ അതിനാ സർക്കിൾ ഒന്ന് വരച്ചത്. 5 വശങ്ങളുള്ള ഒരു പോളികളാണ് എനിക്ക് കിട്ടേണ്ടത്. പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഞാൻ നിർദ്ദേശം തരാം, 5 വശങ്ങളും തുല്യമായിരിക്കണം. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വരച്ചു വെക്കിയത്. ഇത് നല്ല തുല്യമൊന്നല്ല, അളവൊന്നും എടുക്കാതെ വരച്ചതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ, ഈ 5 വശങ്ങളും തുല്യമായ ഒരു പോളിഗൺ വരയ്ക്കുക. ഈ 5 സൈഡിലുള്ള പോളിഗന്റെ പേരെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? പെന്റഗൺ. പെന്റഗൺ. പെന്റഗൺ എന്ന് പറഞ്ഞാൽ പഞ്ചഭുജം എന്ന് പറയും മലയാളത്തിൽ. പഞ്ചഭുജം, ഇതാണ് പെന്റഗൺ. ഈ 5 സൈഡ് അങ്ങ് തുല്യമായിട്ടുണ്ടെങ്കിൽ അതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് സമപഞ്ചഭുജം. 8ാം ക്ലാസ് പഠിച്ചോളുന്ന കാര്യമായിട്ട്. ഈ സമപഞ്ചഭുജത്തിന് ഇംഗ്ലീഷ് വാക്ക് റെഗുലർ പെന്റഗൺ എന്നാണ്. എന്താണ് മോളെ? റെഗുലർ പെന്റഗൺ. ഇനി ഗായത്രി ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകളുടെ അളവുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രി. 180 ഡിഗ്രി. അപ്പൊ ഒരു ക്വാഡ്രിലേറ്റർ ഉണ്ടല്ലോ,
360 degree. 360 degree. അതും പ്രശ്നമില്ല. അപ്പോ അത് നിങ്ങൾക്കറിയാം. അതായത് ഒരു ചതുരത്തിൻ്റെ 360 ത്രികോണത്തിന്റെ അതിനൊരു ഇക്വേഷൻ നിങ്ങൾ ഭാവി പഠിച്ചോളൂ. n-2 × 180 ചെയ്താൽ മതി. എന്നാൽ ഉള്ളിലുള്ള കോണുകളുടെ അളവുകളുടെ തുക കിട്ടും. ഇവിടെ ഈ ത്രികോണത്തിന്റെ ഉള്ളിലുള്ള എല്ലാ കോണുകളുടെയും അളവുകളുടെ തുക ഇട്ടാൽ n എന്ന് പറഞ്ഞാൽ സൈഡാണ്, വശം. അപ്പൊ ഇവിടെ 3 വശമുള്ളതുകൊണ്ട് 3-ൽ നിന്ന് 2 കുറയ്ക്കുക, 1 കിട്ടും. 1-നെ 150 കൊണ്ട് ഗുണിച്ചാൽ 150. ഇവിടെ 4 സൈഡിലുണ്ട്, 4-ൽ നിന്ന് 2 കുറയ്ക്കുക, 2. 2-നെ 180 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 360 കിട്ടും. അത് നിങ്ങൾക്ക് ഭാവിയിൽ പഠിക്കാനുണ്ട്, ഞാൻ ഇവിടെ ഒന്ന് ഓർമ്മിച്ചത് മാത്രം. ഈ ഒരു ചോദ്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഏതൊരു ചോദ്യത്തിനേക്കാൾ കടത്തി വിടുന്ന ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഒരു ചോദ്യം കൊണ്ട് തന്നെ ബാക്കിയുള്ള ചോദ്യങ്ങൾ നിഷ്പ്രയാസം നേരിടുന്നതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക. ഈ n-2 × 180 ആണ് പഠിച്ചു വെച്ചോളൂ. ഒന്നില്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ നമുക്ക് ഉപകാരം. അങ്ങനെയാണെങ്കിൽ ഗായത്രി, ഈ പറഞ്ഞിരിക്കുന്ന റെഗുലർ പെന്റഗണാണ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഈ പെന്റഗണിന്റെ മുഴുവൻ കോണുകളുടെ അളവുകളുടെ തുക 540 degree. അതായത് n-2 × 180 അല്ലേ മോളെ? അതെ സർ. അപ്പൊ നമ്മൾ 5-ൽ നിന്ന് 2 അങ്ങോട്ട് മൈനസ് ചെയ്യും അല്ലേ? അതെ സർ. 3 കിട്ടും. 3-നെ 180 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അത് എത്രയാ കിട്ടുക? 540. 540. ഇനി മോളോട് ചോദിച്ചോട്ടെ, ഈ 540 ഇവിടെ എല്ലാ റെഗുലർ ആണെന്ന് വിശേഷിപ്പിക്കുക, തുല്യമാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഓരോ കോൺ എത്ര ഉണ്ടാവും? 540 ഡിവൈഡഡ് ബൈ 5 അല്ലേ? അപ്പൊ എത്ര ഉണ്ടാവും? 540 ഡിവൈഡഡ് ബൈ 5 എത്രയാ? 108. 108. വെരി ഗുഡ്. വേഗം പറയുന്നുണ്ട്. 108 എന്ന് പറഞ്ഞാൽ റെഗുലർ പെന്റഗൺ ആകുമ്പോൾ ഒരു കോൺ 108 ആണെന്ന് മനസ്സിലായി. പക്ഷെ നിങ്ങളോടുള്ള ചോദ്യം അതൊന്നും. ഞാനിപ്പോ അത്രയും പറഞ്ഞത് അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനിരിക്കുന്ന സംഭവമായത്. ഇവിടെ നിങ്ങളോടുള്ള ചോദ്യം, ഞാൻ ഇവിടുന്ന് ഒരു വര താഴോട്ട് വരച്ചു, ഇവിടുന്ന് അതേ വലിപ്പമുള്ളതായിരിക്കും താഴോട്ട് വരച്ചാൽ കിട്ടുക. അത് നിങ്ങൾക്കറിയാം. രണ്ടും ഒരേ അളവാണ്. ഈ ഒരേ അളവുള്ളത് ഞാൻ ഒന്നുകൂടി മാർക്ക് ചെയ്ത് കാണിക്കാം. ഒന്ന് ഇതാണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ആ ട്രയാങ്കിളിന് പ്രത്യേകതയുണ്ട്. എന്തായിരിക്കും അറിയോ ഗായത്രി? ഇതിന്റെ 2 സൈഡ് തുല്യമായിരിക്കും. ഈ 2 സൈഡ് തുല്യമായ ട്രയാങ്കിളിന്റെ പേരെന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ. ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? 2 സൈഡ് തുല്യമായത് മാത്രമല്ല, ഒരു കോണിനെതിരെ വരുന്ന 2 കോണുകൾ തുല്യമായി അല്ലേ? അതെ സർ. അപ്പൊ അതും നിങ്ങൾക്കറിയാം. ഇനിയാണ് എന്റെ ചോദ്യം, വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കേണ്ടത്. ഈ നടുക്കുള്ള ഈ ട്രയാങ്കിളിനെ ഞാൻ അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യുകയാണ്. അതായത് റെഗുലർ പെന്റഗൺ വരച്ചു. ആ റെഗുലർ പെന്റഗണിന്റെ ഫിഗർ ഷോസ് എ റെഗുലർ പെന്റഗൺ. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ ഈ നടുക്കുള്ള ഷേപ്പ് കിട്ടുന്ന ഈ ഇൻസൈഡിലുള്ള ഈ ഒരു ട്രയാങ്കിളിന്റെ ഇവിടെ ഒരു കോണ് കാണാം, ഇവിടെ ഒരു ആംഗിൾ കാണാം, ഇവിടെ ഒരു ആംഗിൾ കാണാം. ഈ 3 ആംഗിൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? അംശബന്ധം എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആർ 1:1:2, 1:2:2, 2:3:3 and 2:2:2. ഇതിലേതാ എന്നാണ്. കുറച്ച് കടുപ്പുള്ള ചോദ്യമാണ്, ക്ഷമിക്കുക. ഇത് നേരത്തെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഞാൻ തുടങ്ങുകയാണ്, സമയക്കുറവുകൊണ്ട്. ഇവിടെ 108 കിട്ടിയത് ഗായത്രിക്ക് മനസ്സിലായില്ലേ? ഇത് 108 ആയിരിക്കുമെന്ന്. അപ്പൊ ഇതെല്ലാം 108 ആണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോളെ, ഇത് ഒന്നിച്ച് 108 ആയിരുന്നു. ഇത് 3 തുല്യമായിട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നടുക്കത്ത് മാത്രം എത്ര ഉണ്ടാവും മോളെ? ഇതൊന്നിച്ച് 108 ആയിരുന്നു. ഈ നടുക്കത്ത് മാത്രം 108ന്റെ 3-1 ഉണ്ടാവും ഈ സാധനം. ആ എത്രയാണ്? 108നെ 3 തുല്യ ഭാഗത്തിൽ ഒരു ഭാഗം എത്ര? 36. 36.
അപ്പൊ ഇത് 36 അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, രണ്ട് വശം തുല്യമാണ്, അതിന്റെ എതിരെ വരുന്ന രണ്ട് കോണുകൾ എന്തായാലും തുല്യമാകണം എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം 180 ആണല്ലോ ത്രികോണത്തിന്റെ 3 കോണുകളുടെ അളവുകളുടെ തുക. 180 36 കുറച്ചാൽ എത്രയാണ്? ആരോ ആണ് 144. 144 144 ആയിരിക്കും ഇവർ രണ്ടാളും കൂടി ചേർന്നാണ് ഉണ്ടാകുക. ഇവർക്ക് രണ്ടാൾക്കും തുല്യമായിട്ട് ഓതി വെക്കുമ്പോൾ ഇത് 72, അതും 72. അപ്പൊ നമ്മൾ ഇതിനുള്ളിലുള്ള കോണുകൾ തമ്മിലുള്ള അംശബന്ധം റേഷ്യോ 36:72:72 മോളെ കിട്ടിയത്. പക്ഷേ എന്താക്കല ഇവിടെ 36:72:72 എന്നുള്ള കാര്യം നമ്മൾ ഓപ്ഷൻ ഇല്ലല്ലോ ഗായത്രി. സിംപ്ലിഫൈ ചെയ്താൽ പോരെ? 36 ഒരു പ്രാവശ്യം അല്ലയോ? അതെ സർ. 72 2 പ്രാവശ്യം അല്ലയോ? അതെ സർ. 72 2 പ്രാവശ്യം. 1:2:2 ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട് സർ. 1:2:2 ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ആൻസർ. അപ്പോ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല എന്ന് വരാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി ചർച്ച ചെയ്യും. ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്നത്തെ ട്രെയിനിന് നേരത്തെ പോകേണ്ടതുകൊണ്ടാണ്. അപ്പോ ഇന്നത്തെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം എന്തെങ്കിലും കേൾക്കാം. ഇന്നലെ ചോദ്യം അയച്ചിരുന്ന പേരൻസ് ഉണ്ട്, കുട്ടികളുണ്ട്. ആ ചോദ്യങ്ങൾ നാളത്തെ രാവിലത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുമെന്ന് അവർ ഓർപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും വിജയം നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.